ഇന്ന് കുറച്ചൊരു വലിയ പെട്ടി പൊട്ടിച്ചാലോ? ഇതെവിടുന്ന് മേടിച്ചെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ എന്തൊക്കെ മേടിച്ചു നിങ്ങൾ കാണാം. നമ്മളെ ക്യൂട്ട് കട്ടർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അൺബോക്സിംഗ് ആയതുകൊണ്ട് അത് തന്നെ എടുത്തിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു. മുകളിൽ ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് നല്ല സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ബബിൾ റാപ്പ് ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് പിന്നെ എടുത്ത് പൊട്ടിക്കാനുള്ളതാണ്. ആദ്യം ഞാൻ ഇതിനകത്തുള്ള സാധനമെല്ലാം എടുത്ത് പുറത്ത് വെച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഓരോന്നോരോന്നായിട്ട് കാണിക്കാമെന്ന്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതും 84 രൂപയ്ക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ്. ഞാനൊരു ടൂത്ത് പിക്ക് എടുക്കുന്ന പച്ച തത്തേനെ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയത് മഞ്ഞ തത്തയായിപ്പോയി. ഇതിനിപ്പോൾ തത്തയാണെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അതുകൊണ്ടൊരു പക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ടേബിളിൻ്റെ മുകളിൽ വെക്കാനാണ് എൻ്റെ പ്ലാൻ. ഇതിൻ്റെ കൂടി ഇവർ ഒരു സെറ്റ് ടൂത്ത് പിക്കും തരുന്നുണ്ട്. പിന്നെ കാണാൻ ഡബിൾ സൈഡ് ടേപ്പൊക്കെ പോലുള്ള ഒരു സാധനമുണ്ട്. ഇനി നമുക്ക് ഇത് വർക്ക് ഉണ്ടോ നോക്കണ്ടേ. ഞാൻ ആ പാക്കറ്റിൽ നിന്ന് കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടു. എന്നിട്ട് എൻ്റെ ക്യാപ്പ് അടിച്ചു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോണ്ട് അത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു. 84 രൂപയ്ക്ക് ഇതെന്തായാലും വേർത്താണ്. പിന്നെ എന്ത് സാധനത്തിന് കിട്ടിയാലും അതിനെ കുറച്ച് വെളിച്ചത്തിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ക്ലിപ്പ്. പിന്നെ ആ പക്ഷിക്കും അത് നിൽക്കുന്ന സ്റ്റാൻഡിനും ടൂത്ത് പിക്കിനൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡബിൾ സൈഡ് ടൈപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഡബിൾ സൈഡ് ടൈപ്പ് ഒന്നും അല്ല. ടേബിളിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തോ സാധനമാണ്. എനിക്ക് കാണിക്കാൻ പോകുന്നത് ഈ കൂട്ടത്തിൽ പുറത്തുനിന്ന് കാണാൻ ഒട്ടും മേനില്ലാത്ത ഒരു സാധനം. പക്ഷേ അകത്ത് പുള്ളിക്കായ നല്ല ക്യൂട്ടാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് പിങ്ക് ആണെങ്കിൽ വന്നത് വൈറ്റ് ആണ്. പക്ഷേ അതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്നത്തെയും പോലെ അതിൻ്റെ കവർ തന്നെ സീൽ ചെയ്യാൻ എടുത്ത് ചമ്മിപ്പോയ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നോക്കുമ്പോൾ അതിനകത്ത് കൊറിയനിലോ ജാപ്പനീസിലോ എന്തൊക്കെയോ വാരി വലിച്ച് ചെയ്തിട്ടുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. കുറേ നേരം തലകുത്തി മറിഞ്ഞേരം ഇതൊരു ബാറ്ററി ഇടേണ്ട സ്ഥലമാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ വീട്ടിലെ ഫാൻ്റെ റിമോട്ടിന്റെ ബാറ്ററിയൊക്കെ ഒന്ന് മോട്ടിച്ചിട്ട് നോക്കി. പക്ഷെങ്കിൽ ആസ് യൂഷ്വൽ അവിടെയും ഞാൻ പൊട്ടിപ്പളീസായി. ബാറ്ററിക്ക് വളർച്ച അത്ര പോരാ, നീളവും തടിയും ഒക്കെ കുറവാണ്. ഇത്രയും നാളും കടക്കാരൻ പട്ടിണി കിടിയാ ചെയ്തേന്ന് തോന്നുന്നു. ആ ബാറ്ററി അന്നേരം തന്നെ ഞാൻ തിരിച്ചിട്ട്. അതുകൊണ്ട് സീലറിന്റെ വീഡിയോ അടുത്തെപ്പോഴെങ്കിലും വരുന്നതായിരിക്കും. എനിക്ക് കാണിക്കാൻ പോകുന്ന സാധനം എനിക്ക് 64 രൂപയ്ക്ക് കിട്ടിയ പഞ്ചറാണ്. ഞാനിത് മേടിക്കാൻ അതിഥി എന്നെ വിട്ടില്ല. പക്ഷേ ഇത് ഈ റേറ്റിൽ വേറെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മേടിച്ചതാ. എപ്പോഴത്തെയും പോലെ ഈ പ്രാവശ്യം ഞാൻ അതിൻ്റെ കവർ തന്നെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ എടുത്ത് നോക്കുമ്പോൾ ആഹാ നല്ല വട്ടത്തിലുള്ള റോട്ട. പക്ഷേ ആ പേപ്പർ എവിടെ പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അതിൻ്റെ ഉള്ളിലും കാണുന്നില്ല, താഴെ എവിടെയും വീണ്ടും കാണുന്നില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും തപ്പിയെടുക്കാം. ഈ കാണുന്ന ക്ലോ ക്ലിപ്സിന്റെ റേറ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ ദാ പിടിച്ചോ, വെറും 19 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. ഈ പിങ്ക് കളർ ഗ്ലോസിയാ മേടിച്ച, പക്ഷെ വന്നത് മാറ്റാം. എന്നാലും കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. 8 രൂപയ്ക്ക് ഒരു ടൂത്ത് പിക്കിന്റെ പാക്ക് കിട്ടുന്ന പറഞ്ഞാൽ ആരാ മേടിക്കാതിരിക്കുക? തത്തമ്മയുടെ ബോക്സിനുള്ളിൽ ഫില്ല് ചെയ്യാലോന്നും കൂടെ വിചാരിച്ച് 2 മേടിച്ചു. ഇനി നമുക്ക് കൂട്ടത്തിലെ ഏറ്റവും വലിയ സാധനം പൊട്ടിക്കാം. ഇതൊരു ഓർഗനൈസർ ആണ്. നിങ്ങൾക്ക് അധികം പേർക്ക് ഇത് അറിയായിരിക്കും. ഇതിന് മീഷോയിൽ 190, 200 എല്ലാം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് വെറും 125 രൂപയ്ക്കാണ്. ക്വാളിറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ എൻ്റെ തലക്കടിച്ചിട്ട് പറഞ്ഞു, ഈ സാധനത്തിനാണോ നീ ക്വാളിറ്റി പേടിച്ചത്? ഇനി വേണം ഈ കുഞ്ഞു ബോക്സിലാക്കി സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് കയറ്റി വെക്കാൻ. ഇതൊരു 10x സ്പീഡിൽ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ കുറേ ഇവിടെ തിരിച്ച് മറിച്ച് വെച്ചിട്ടാണ് ഇതിങ്ങനെ ആക്കി എടുത്തത്. അത് മാത്രമല്ല എൻ്റെ കയ്യിൽ അങ്ങനെ വെക്കാൻ ഇത് സാധനം ഉണ്ടായിരുന്നില്ല. അവസാനം ആടുന്നിടുന്നൊക്കെ സാധനങ്ങൾ പെറുക്കിയിട്ടാണ് ഞാൻ കൊണ്ട് വെച്ചത്. എന്തോ പെട്ടെന്നൊരു മൂക്കടപ്പ് സൗണ്ട് ചെറുങ്ങനെ മാറിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം വെച്ചാൽ എന്തൊരു മൊഞ്ചെന്ന് പറയുന്നത് കാണാൻ. ഇത് എവിടുന്ന് മേടിച്ചെന്നൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.